മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന, മനസ്സ് മരവിപ്പിക്കുന്ന വിധം അവർ ഈ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ശാന്തകുമാർ അവിടെ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറത്തെ പാങ്ങ് സ്കൂളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ മുഴുവൻ ജനക്കൂട്ടം മുഴുവൻ, ആ നാട് മുഴുവൻ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാനുണ്ടായിരുന്നത്. നിലവിൽ ഇവിടെ ഇതിപ്പോൾ കാണുന്നത് പോണ്ടിച്ചേരി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ട്രാവലറിൻ്റെ ഡ്രൈവറെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്ന ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. സച്ചിൻ വള്ളിക്കാടാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സച്ചിൻ, എന്താണ് നമ്മൾക്ക് സ്ഥിരീകരിച്ച് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരം? തീർച്ചയായും നിലവിൽ ഇവിടെ നിന്ന്, അതായത് കോയമ്പത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് 9 പേരുടെ മൃതദേഹമാണ് എത്തിച്ചത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിൽ 4 പേർ, അതായത് പരിക്കേറ്റ 4 പേരിൽ 3 പേരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക്, അതായത് പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിലെ ആദ്യഘട്ട പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സക്കായി മാറ്റി എന്നാണ് പോലീസ് മേധാവി അടക്കം പറയുന്നത്. കൂടാതെ തന്നെ ഒരാൾ നിലവിൽ പൊള്ളാച്ചി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെയാണ് പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ നിന്നും മാറ്റിയത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:15 കൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം പൊള്ളാച്ചി വാൽപ്പാറയിൽ വെച്ച് ഉണ്ടായത്. അതായത് 13-ാം വളവിൽ വെച്ച് ടെമ്പോ ട്രാവലർ അപകടത്തിൽപ്പെടുന്നു. നേരെ താഴ്ചയിൽ, അതായത് 9-ാമത്തെ വളവിലേക്ക് ടെമ്പോ ട്രാവലർ 800 മീറ്ററോളം താഴെ പതിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. വാഹനം മുഴുവനായും തകർന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നെല്ലാം അത് വ്യക്തമാണ്. ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന 13 പേർ, അതായത് ഡ്രൈവർ അടക്കം 13 പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ 9 പേര് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്ന് തന്നെ അറിയാൻ വേണ്ടി സാധിക്കുന്നു. കൂടാതെ തന്നെ നിലവിൽ ഗുരുതരമായി പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സക്കായി കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാൾ നിലവിൽ പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും തമിഴ്നാട് സർക്കാരുമായി കേരള സർക്കാർ, മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ പ്രതിനിധികളെല്ലാം തന്നെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകിട്ടോടു കൂടിയാണ് മലപ്പുറം പെരിന്തൽമണ്ണ പാങ്ങ് സ്കൂളിലെ അധ്യാപകരടക്കമുള്ളവർ വിനോദയാത്രക്കായി വാൽപ്പാറയിൽ എത്തുന്നത്. അതായത് തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി, മലക്കപ്പാറ, വാഴച്ചാൽ തുടങ്ങിയ മേഖലകളെല്ലാം സന്ദർശിച്ചതിന് ശേഷം വാൽപ്പാറ പൊള്ളാച്ചി വഴി തിരികെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇതിൽ പ്രധാനമായും 8 അധ്യാപകരാണ്, പാങ്ങ് സ്കൂളിലെ 8 അധ്യാപകരാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ അജിത അവിടുത്തെ HM ആണ്, ഹെഡ് മാസ്റ്ററാണ്. അത് കൂടാതെ തന്നെ ബാക്കി, അതായത് റംല, അത് സുഹറ, ആശ, മജീദ്, സാജിദ, ഷക്കീല, നൗഷാദ് തുടങ്ങിയവരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് സ്കൂളിൽ. കൂടാതെ തന്നെ ഒപ്പമുണ്ടായിരുന്ന കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ദാരുണമായ സംഭവം തന്നെയാണ് പൊള്ളാച്ചി വാൽപ്പാറയിൽ ഉണ്ടായിട്ടുള്ളത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി മാറി.